ഇംഗ്ലണ്ട് അഞ്ചാമത്തെ ടെസ്റ്റ് മാച്ചില് ജോസ്റ്റൺ എറിഞ്ഞ 13ാമത്തെ ഓവറിലെ രണ്ടാമത്തെ പന്ത്. कुछ इस तरीके से बहुत लंबा स्विंग. धर्मसेना जरा देखें. സായി സുദർശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഇൻ സ്വിംഗർ യോർക്കർ ബോളായിരുന്നു അത്. ബോൾ ഡിഫെൻഡ് ചെയ്ത സമയത്ത് സായി സുദർശൻ ബാലൻസ് നഷ്ടപ്പെട്ട് നിലത്തു വീണു. പന്ത് അവന്റെ കാലിന്റെ താഴ്ഭാഗത്താണ് തട്ടിയത്. ഇത് കണ്ടതും ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയി. വിക്കറ്റ് എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിൽ വന്നതെന്ന് സ്പഷ്ടമായിട്ട് ആ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും. LBW വിളിച്ചായിരുന്നു അവർ അത് ആഘോഷിച്ചത്. എന്നാൽ ആ സമയത്ത് അമ്പയറായ ധർമ്മസേന സഡൻലി തല കുലുക്കിയ ശേഷം കൈകൊണ്ട് ബോള് ബാറ്റിൽ തൊട്ടിട്ടുണ്ടെന്നുള്ള ആംഗ്യം കാണിച്ചു. ഈ ഒരു സിഗ്നൽ ധർമ്മസേന കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ട് ടീം റിവ്യൂ പോകേണ്ട കാര്യം തന്നെയായിരുന്നു അത്. ധർമ്മസേനയുടെ ഈ ഒരു ജസ്റ്റർ കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇവിടെ ബാഡ് ടച്ച് ഉണ്ട്, ഇനി റിവ്യൂ പോകേണ്ട കാര്യമില്ല. അതിനുശേഷം അവർ റിവ്യൂവും പോയില്ല. റീപ്ലേ കാണിച്ചപ്പോൾ അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പന്ത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി സായി സുദർശൻ ശ്രമിച്ച സമയത്ത് പന്ത് ബാറ്റിൽ കൊണ്ടതിന് ശേഷം മാത്രമാണ് പാടിൽ കൊണ്ടത്. അതായത് ധർമ്മസേനയുടെ ഇംഗ്ലണ്ടിനോടുള്ള സിഗ്നൽ ശരിയായിരുന്നു എന്ന് സാരം. പഴയ കാലത്ത് DRS ഇല്ലാതിരുന്ന സമയത്ത് അമ്പയർമാർ ഒരു ഡിസിഷൻ എടുത്ത ശേഷം അത് എന്തുകൊണ്ടായിരുന്നു എന്ന് ടീമിനോട് എക്സ്പ്ലെയിൻ ചെയ്യുക സാധാരണമായിരുന്നു. അതായത് ലെഗിന് പുറത്താണ്, പിച്ചിന് പുറത്താണ്, ബാറ്റിൽ തട്ടിയിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ DRS വന്നതോടുകൂടി ഈ ഒരു കാര്യത്തില് മാറ്റം വന്നു. അമ്പയർമാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലേയേഴ്സിനോട് സംസാരിക്കാനേ പാടില്ല. പ്രത്യേകിച്ച് റിവ്യൂ പോകുന്നതിന് മുമ്പേ അമ്പയർമാർ നിശബ്ദരായിരിക്കണം. മുഖത്തില് ഒരു ക്ലൂ പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല. ഒന്നും പറയാതെ മൗനം പാലിക്കണം എന്നുള്ളത് തന്നെയാണ് നിയമമായി വരുന്നത്. ധർമ്മസേനയുടെ ഈ ഒരു ചെറിയ സഹായം ഇംഗ്ലണ്ടിന് അനുകൂലമായ തീരുമാനമെടുക്കാൻ അവരെ സഹായിച്ചു. അവരുടെ ഒരു റിവ്യൂ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് കാരണമായി. ഇതുകൂടാതെ അഞ്ചാമത്തെ ടെസ്റ്റില് ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ടെസ്റ്റ് മാച്ചിന്റെ പിച്ച് ഇൻസ്പെക്ഷന്റെ സമയത്ത് ഗൗതം ഗംഭീറിനോട് അതിന്റെ ക്യൂറേറ്റർ 2.5 മീറ്റർ മാറി നിന്ന് പിച്ച് ഇൻസ്പെക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പിച്ചിനുള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് പിച്ചിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ മാറി നിൽക്കണമെന്നായിരുന്നു ക്യൂറേറ്ററിന്റെ ആവശ്യം. ഇത് ഗൗതം ഗംഭീറിനെ നല്ല രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തക്കതായ മറുപടി ആ നിമിഷത്തിൽ തന്നെ കൊടുക്കുകയും ചെയ്തു. ഇർഫാൻ പഠാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചത് പഴയ കൊളോണിയലിസത്തിന്റെ ബാക്കി പത്രമാണോ ഇതെന്നാണ്. കാരണം 2 വർഷം മുമ്പ് യാഷസ് നടക്കുമ്പോൾ ഇംഗ്ലണ്ട് ടീമിന്റെ കോച്ചായ മക്കല്ലോവും ഇതേ ക്യൂറേറ്ററും പിച്ചിന്റെ നടുക്ക് നിന്ന് സംസാരിച്ച ചിത്രങ്ങൾ ഇന്നും ഓൺലൈനിൽ ലഭ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ക്യൂറേറ്ററുടെ വാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്?